നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT ലോകത്ത് ഇന്ന് റിലീസുകളുടെ പൂരപ്പറമ്പാണ്. മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ ഭാഷകളായി ഇന്ന് അർദ്ധരാത്രി റിലീസ് ചെയ്യുന്ന 9 സിനിമകളുടെയും സീരീസുകളുടെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഓരോന്നിന്റെ ഓൺലൈൻ സ്റ്റോറിയും ഏത് പ്ലാറ്റ്ഫോമിലും ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. വലതുവശത്തെ കള്ളൻ, ആമസോൺ പ്രൈം, മനോരമ മാക്സ്. ജോജു ജോർജും ബിജു മേനോനും തകർത്ത് അഭിനയിപ്പിക്കുന്ന ചിത്രം ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരനായ മനുഷ്യരുടെ ജീവിതവും അവർക്കിടയിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ചില സംഭവങ്ങളുമാണ് ഈ സിനിമയിലെ പ്രമേയം. ഒരു ഹ്യൂമർ ടച്ചുള്ള ഡ്രാമയാണിത്. മസ്തിഷ്ക മരണം, രജീഷ വിജയൻ പ്രധാന വേഷത്തിലെത്തുന്ന ഇത് സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ് ത്രില്ലർ. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെയും വികാരങ്ങളെയും കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ കഥ പറയുന്ന പരീക്ഷാത്മക ചിത്രമാണിത്. അടുത്തതായി കാട്ട. ജിയോ സിനിമയിലാണ് ഈ വെബ് സീരീസ് റിലീസ് ആകുന്നത്. വിജയ് സേതുപതി നായകനാകുന്ന ഒരു മാഷൻ ആക്ഷൻ സീരീസ് ആണിത്. നിയമവ്യവസ്ഥയ്ക്ക് പുറത്ത് നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നായകന്റെയും അയാളെ പിന്തുടരുന്ന ശത്രുക്കളുടെയും കഥയാണിത്. മലയാളം ഭാഷ ഉൾപ്പെടെ 5 ഭാഷകളിൽ ലഭ്യമാണ്. മായാബിംബം. സൺ നെക്സ്റ്റ് ഇതൊരു ക്യൂട്ട് റൊമാന്റിക് കോമഡി ചിത്രമാണ്. പ്രണയവും അതിനിടയിൽ ഉണ്ടാകുന്ന രസകരമായ തെറ്റിദ്ധാരണകളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മർദാനി 3 നെറ്റ്ഫ്ലിക്സ്. റാണി മുഖർജിയുടെ കരുത്തുറ്റ പോലീസ് കഥാപാത്രം ശിവാജി റോയ് തിരിച്ചെത്തുന്നു. ഇത്തവണ കൂടുതൽ ഗൗരവകരമായ കുറ്റകൃത്യങ്ങളും അത് ചുരുളഴിക്കുന്ന രീതിയുമാണ് ചിത്രത്തിന്റെ കഥ. ഓ റോമിയോ, ആമസോൺ പ്രൈം. ഷാഹിദ് കപൂർ നായകനാകുന്ന ഈ ചിത്രം ഒരു തീവ്ര പ്രണയ കഥയാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പിരിയേണ്ടി വരുന്ന കാമുകന്മാരുടെ ജീവിതത്തിലൂടെയാണ് കഥ നീങ്ങുന്നത്. ബാബിജി ഘർ പർ ഹൈ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സീരീസ് ആണ്. വീട്ടിനുള്ളിൽ നടക്കുന്ന രസകരമായ തമാശകളും കുസൃതികളുമാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഡിയർ ഡെവിൾ ബോൺ അഗൈൻ സീസൺ 2 ജിയോ സിനിമ. സൂപ്പർ ഹീറോ ആക്ഷൻ പ്രേമികൾ കാത്തിരിക്കുന്ന മാർവൽ സീരീസ്. നഗരത്തിലെ അധോലോകത്തെ നേരിടുന്ന ഡെയർ ഡെവിളിന്റെ പോരാട്ടങ്ങൾ ഇതിൽ കാണാം. പ്രിറ്റി ലിറ്റിൽ ആമസോൺ പ്രൈം. ഇതൊരു ഹൈ വോൾട്ടേജ് ആക്ഷൻ സിനിമയാണ്. ഒരു സ്പെഷ്യൽ ഏജന്റിന്റെ സാഹസികമായ മിഷനും അതിലെ അപകടങ്ങളുമാണ് സിനിമയുടെ സ്റ്റോറി. ഈ സിനിമ മലയാളം ഓഡിയോയിൽ ലഭ്യമാണ് എന്നത് വലിയൊരു പ്രത്യേകതയാണ്. അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ OTT വിശേഷങ്ങൾ. ഈ കൂട്ടത്തിൽ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് മുൻഗണന നൽകുന്നത്? വലതുവശത്തെ കള്ളൻ ആണോ അതോ വിജയ് സേതുപതി കാട്ടയ്ക്കാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.